നമസ്കാരം. പ്രോജക്റ്റ് കെ എന്ന കൽക്കി 2898 AD ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഫാക്ടറുകൾ ഒരുപാടായിരുന്നു. വമ്പൻ താരനിര, അല്ലെങ്കിൽ അത് വരുന്ന ജോണറുകൾ, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ്, അതിനേക്കാളെല്ലാം ഉപരി ആ ഡയറക്ടറിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, നാഗശ്വൻ. അസിസ്റ്റന്റ് ഡയറക്ടറെ കരിയർ ആരംഭിച്ച് നാഗശ്വൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് കൽക്കി. ഇതിനു മുമ്പ് ചെയ്ത 2 സിനിമകളും അത്രത്തോളം ജനപ്രിയമായിട്ടുള്ള സിനിമകളാണ്. ഒന്ന് മഹാനദി ആയിരുന്നുവെങ്കിൽ മറ്റൊന്ന് യവതേ സുബ്രഹ്മണ്യമാണ്. നാനിയുടെയും വിജയ് ദേവരകൊണ്ടയുടെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് യവതേ സുബ്രഹ്മണ്യം. മഹാനദി ആകട്ടെ ദേശീയ ലെവലിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട വർക്കുകളിലൊന്നുമാണ്. ആ ഡയറക്ടറിൻ്റെ മൂന്നാമത്തെ ചിത്രം എന്ന നിലയ്ക്കും പ്രഭാസിൻ്റെ 21ാം ചിത്രം എന്ന നിലയ്ക്കുമാണ് കൽക്കി ആദ്യം അനൗൺസ് ചെയ്യുന്നത്. 3 വർഷം കൊണ്ട് പല ഷെഡ്യൂളുകളായി തീർത്ത കൽക്കി ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ചിത്രം ക്രിയേറ്റ് ചെയ്യുന്ന വേൾഡ് തന്നെയാണ് കൽക്കി കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകമായിട്ട് മാറ്റുന്നത്. ട്രെയിലറിലും ടീസറുകളിലും അനൗൺസ്മെന്റിലും ഒക്കെ അതേ ഹൈപ്പ് നിലനിർത്താൻ കൽക്കിക്ക് സാധിച്ചിട്ടുമുണ്ട്. പല ഭാഷകളായിട്ട് കൽക്കി റിലീസ് ചെയ്യുമ്പോൾ അതാത് ഭാഷകളിൽ കിട്ടുന്ന സ്വീകാര്യതകളും വളരെയധികം വലുതായിരുന്നു. പ്രീ റിലീസ് ബിസിനസ് തന്നെ 200 കോടിക്ക് മേലെ പോകുന്ന പറഞ്ഞ പ്രഡിക്ഷൻസുകൾ അടക്കം കൽക്കിക്ക് ഉണ്ടായിരുന്നു. ആദ്യ ഷോ അവസാനിക്കുമ്പോൾ അതിഗംഭീര റിപ്പോർട്ടും കൽക്കിയെ ചുറ്റിപ്പറ്റി വരുന്നുമുണ്ട്. കൽക്കി കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളും അല്ലെങ്കിൽ കൽക്കിയുടെ എക്സ് ഫാക്ടറുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. 2 കാലഘട്ടങ്ങളിലെ കഥയാണ് കൽക്കിയുടെ പ്രധാന ക്രക്സ്. മഹാഭാരത സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് നടക്കുന്ന പുനർജന്മം കോൺസെപ്റ്റ് അടക്കം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സ് അടക്കം പുതിയ കാലഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വാധീനവുമുണ്ട്. അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന അശ്വത്ഥമ്മയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് ചിത്രത്തിൻ്റെ ഒരിക്കലും മിസ് ചെയ്യാനാവാത്ത ഭാഗങ്ങളിൽ ഒന്നാകുന്നുണ്ട്. ഒരു പക്ഷെ അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഭൂരിഭാഗം നിങ്ങൾ മിസ് ചെയ്തു എന്ന് പോലും പറയേണ്ടി വരും. ആ കാലഘട്ടങ്ങളിൽ തുടങ്ങി പിന്നീട് പിൽക്കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പ്രഭാസ്, ദീപിക പദുകോൺ, അമിതാഭ് ബച്ചൻ, ശോഭന, കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരേ സമയം നടക്കുന്ന പല പല സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ക്ലൈമാക്സിലേക്ക് ചിത്രം ഒരു പോർഷനിലേക്ക് എത്തിക്കുന്നുമുണ്ട്. പറഞ്ഞു വെക്കുന്ന സംഭവം കൽക്കിയുടെ ഒരു ട്രാവൽ തന്നെയാണ്. കഥ പൂർത്തിയായിട്ടില്ല, കാരണം ചിത്രം ആരംഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന വലിയൊരു യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റോളേഷൻ ആയിട്ടാണ് ഈ കൽക്കി 2898 AD ആദ്യത്തെ ഭാഗം വരുന്നത്. ചിത്രത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആക്ടേഴ്സ് അണിനിരക്കുമ്പോൾ നമ്മൾ ആ ഫാക്ടറുകളെ തിരിഞ്ഞു നോക്കേണ്ട പോലുമില്ല. കാരണം ഓരോ സീനിലും എല്ലാ പെർഫോമേഴ്സും വന്ന് അവരുടെ മാക്സിമം ചിത്രത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല അമിതാഭ് ബച്ചൻ്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു ഏജ് ഫാക്ടറൊക്കെ നമ്മൾ കണക്കിലെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസിലുള്ള ഒരാൾ ഈ ഒരു വേഷം അത്ര ഇമ്പാക്റ്റോട് കൂടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് നമുക്ക് പറഞ്ഞു വരേണ്ടത്. കമൽഹാസൻ്റെ വേഷവും എടുത്തു പറയേണ്ട വേഷമാണ്. ആ വേഷത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങളൊന്നായിട്ട് അത് മാറുന്നുണ്ട്. പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഡോക്യു ഫിക്ഷൻ പോലത്തെ ഒരു സംഭവം ആമസോൺ പ്രൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭുജിയൻ ഭൈരവ എന്ന ഭൈരവയുടെ ട്രാവലാണ് സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കണ്ടിട്ട് പോയാൽ ഒരു പരിധി വരെ കുറച്ചുകൂടെ ക്ലാരിറ്റി കൽക്കി കാണുന്നതിന് മുമ്പ് ലഭിക്കാനും സാധ്യതയുണ്ട്. ഭൈരവയുടെയും ഭുജിയും, അതായത് കീർത്തി സുരേഷ് വോയിസ് കൊടുക്കുന്ന ഒരു കാറിൻ്റെയും കൂടെ ഒരു സംഭവം കൂടെ ചിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭയങ്കര പാരലായിട്ട് ഇവർ രണ്ടുപേരുടെയും കോൺവെർസേഷൻസ് ഒക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഒരുപാട് ഹ്യൂമറുകൾ പ്രഭാസ് കുറച്ചധികം സിനിമകൾക്ക് ശേഷം വർക്കായിട്ടുള്ളത് ഈ ഒരു സിനിമയിലാണെന്നുള്ളൊരു പേഴ്സണൽ തോട്ടുകളുണ്ട്. കാരണം ഒരുപാട് മുൻ ചിത്രങ്ങളിലെ റെഫറൻസുകളും ഡാർലിംഗ് റെഫറൻസുകളൊക്കെ വലിയ രീതിയിൽ ചിത്രത്തിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ചിത്രത്തിന് എടുത്തു പറയണമെന്ന മറ്റൊരു വിഷയം ടെക്നിക്കൽ വശമാണ്. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് സിനിമകളിൽ ഒന്നാണ് കൽക്കി. മാത്രമല്ല ചിത്രത്തിന് ഒരുപാട് വെല്ലുവിളികൾ ടെക്നിക്കൽ സൈഡിലാണ് വരാൻ സാധ്യതയുള്ളത്, പ്രത്യേകിച്ച് അതിൻ്റെ VFX അടക്കമുള്ള കാര്യങ്ങൾ. കാരണം സീൻ ബൈ സീൻ VFX നമുക്ക് പറയാൻ സാധിക്കും. കാരണം ആ ഒരു വേൾഡ് ക്രിയേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ലൈവാക്കി നിർത്തുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു വേൾഡ് ക്രിയേഷനിൽ നമുക്ക് അരോചകമായി തോന്നാത്ത ഒരുപാട് ഫാക്ടറുകൾ അല്ലെങ്കിൽ വാവ് ഫാക്ടറാക്കി മാറ്റുന്നതിൽ ആ VFX അടക്കമുള്ള നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കിലും ഈ പറഞ്ഞ പോലെ ഗ്രിപ്പിംഗ് ഫാക്ടറുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പല സീനുകളിലും അത് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കുള്ള സീനുകളിലാണ് നമുക്ക് ബീജം കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് നമുക്ക് തോന്നാൻ സാധിക്കാം. നാഗശ്വൻ എന്ന ക്രിയേറ്ററിൻ്റെ മുമ്പത്തെ വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നുള്ള വ്യത്യസ്തകരമായിട്ട് പുതിയൊരു വേൾഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കൽക്കിയുടെ ഒരു വേൾഡ്. കാരണം ഇനി ഒരുപാട് ഭാഗങ്ങളിലൂടെ ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച്
ഒരുപാട് പ്രകടനങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ് കൽക്കി. ചിത്രത്തിൽ ഒരുപാട് താരങ്ങളുടെ ക്യാമിയോ അപ്പിയറൻസുകളുണ്ട്. പ്രത്യേകിച്ച് ദുൽഖർ സൽമാൻ്റെ അടക്കമുള്ള ക്യാമിയോകൾ ഇതിനു മുമ്പ് ഭയങ്കര ഒഫീഷ്യലും അൺഒഫീഷ്യലായിട്ടൊക്കെ വന്നായിരുന്നു. ദുൽഖറിനും അപ്പുറം പല താരങ്ങളും പല ഡയറക്ടേഴ്സും ചിത്രത്തിൽ ക്യാമിയോ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു ഡയറക്ടറിൻ്റെ ക്യാമിയോ തിയേറ്ററിൽ ഒന്നാകെ കൈയടി കൊണ്ടുവന്നതാണ് പ്രഭാസിൻ്റെ മുമ്പത്തെ സിനിമകളിലെ ഒരു പ്രധാന റെഫറൻസും ആ പോയിന്റിൽ വയ്ക്കുന്നുണ്ട്. പോസ്റ്റ് ബാഹുബലി പ്രഭാസ് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിൽ പൂർണ്ണമായും ആരാധകരെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. എന്നാൽ കൽക്കി ആ സ്പേസിലേക്ക് വരുമ്പോൾ ആരാധകർക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്ന ചിത്രമായിട്ട് കൽക്കി മാറുന്നുണ്ട്. കാരണം പ്രഭാസ് ആരാധകർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണെന്ന് ചോദിച്ചാൽ ആണ്. എന്നാൽ ഈ ചിത്രം ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത ഒരു അനുഭവമാണെന്ന് ചോദിച്ചാൽ ആണ്. എല്ലാ തരത്തിലും ചിത്രം 100% സംതൃപ്തി നൽകിയ ചിത്രം ആയിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന പ്രഭാസ് ചിത്രങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പും ഈ ചിത്രം ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബാഹുബലിക്ക് ശേഷം ചെയ്തിട്ടുള്ള ഇപ്പോൾ സാഹു ആണെങ്കിലും റാധേശ്യാം ആണെങ്കിലും ആദിപുരുഷ് ആണെങ്കിലും ഇവൻ സലാർ ആണെങ്കിൽ കൂടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ചിത്രത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. എന്നാൽ കൽക്കിയുടെ വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ആയി കഴിയുമ്പോൾ കൽക്കിയുടെ വേൾഡ് നമ്മൾ എൻജോയ് ചെയ്യാനും അതിലെ മനസ്സിലാക്കിയെടുക്കാനും ശ്രമിക്കുക. കാരണം മഹാഭാരതത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഓരോ മൈക്രോ ഡീറ്റെയിലിങ്ങും മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ചിത്രമായിട്ട് കൽക്കി മാറുന്നുണ്ട്. കാരണം ഡീറ്റെയിലിങ്ങിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ സിനിമയിലുണ്ടെന്ന് നമുക്ക് സംശയം പറയാൻ സാധിക്കും. കണ്ടിരിക്കേണ്ട സിനിമയാണ്, വിജയിപ്പിക്കേണ്ട സിനിമയാണ്. ചിത്രം കണ്ടവരുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഹോളിവുഡ് മൂവി എന്ന് പറയാം. അതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് അതിനകത്ത് നല്ല രീതിയിൽ അന്നോ പെണ്ണൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദുൽഖറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാർ വാല്യുകളൊക്കെ നമ്മുടെ അഭിനയത്തിൽ കമലാസിനെ പോലെ ആൾക്കാരൊക്കെ വന്ന് കൂട്ടി വിളയാടിയ ഒരു പടം അങ്ങനെ പറയാം. അതായത് ഞാനിത് ഒരു പ്രാവശ്യം കണ്ടെങ്കിൽ ഇതിൻ്റെ 3D കൂടി കാണും. എനിക്ക് വളരെ നമുക്കും ഇന്ത്യൻ സിനിമ ഹോളിവുഡിലോടൊപ്പം ഒരു മഹാഭാരതത്തിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കി ഇതിനകത്ത് ശ്രമിച്ചതിൻ്റെ സംവിധായകനും കലാകാരനും ആർട്ടുകളെല്ലാം സൂപ്പറായിട്ട് ബാഹുബലിയേക്കാളൊക്കെ ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തിയ ഒരു പടമാണ്. കുടുംബസമേതം തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന നല്ല പടമാണ്. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ഇന്ത്യൻ സിനിമയുടെ ഇതുപോലെ എന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന മേക്കിങ്ങാണ്. തകർത്തു. അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. തകർപ്പൻ.